ആചാര്യ ചാണക്യന്റെ അഭിപ്രായത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാണ്. എന്നാൽ പരസ്പര ഏകോപനമില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോകില്ല. പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം സന്തോഷകരമാകൂ എന്നാണ് പറയപ്പെടുന്നത്. ഇതില്ലാത്ത വീടുകളിൽ അശാന്തിയുടെയും സങ്കടത്തിന്റെയും അന്തരീക്ഷം എപ്പോഴും നിലനിൽക്കും. വിവാഹശേഷം ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെയും അവന്റെ മുഴുവൻ തലമുറയുടെയും സന്തോഷത്തിന് കാരണമാകുന്നു. ഭാര്യ സദ്ഗുണമുള്ളവളാണെങ്കിൽ അവൾ ഭർത്താവിന് ഉയർച്ചയും കുടുംബത്തിന് ഐശ്വര്യവും നൽകുന്നു. ഭാര്യയുടെ സ്വഭാവം മോശമാണെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗവും അതിന്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ചാണക്യനീതിയിൽ പറയുന്ന ചില ലക്ഷണങ്ങൾ നോക്കി നിങ്ങൾക്ക് ഒരു മോശം ഭാര്യയെ തിരിച്ചറിയാം. ചാണക്യനീതി അനുസരിച്ച് സംസാരത്തിൽ നിയന്ത്രണമില്ലാത്തതും വളരെ പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുന്നതുമായ ഭാര്യയെ കുടുംബത്തിന് നാശം വരുത്തുന്നവളായി കണക്കാക്കുന്നു. അത്തരം സ്ത്രീകൾ എന്തും പറയുന്നു. ഇത്തരം സ്ത്രീകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ ശ്രദ്ധിക്കുകയില്ല. അത് ഭർത്താവിനും കുടുംബത്തിനും വലിയ നഷ്ടം ഉണ്ടാക്കുമെന്ന് ചാണക്യൻ പറയുന്നു. കോപം മനുഷ്യ സഹജമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും കോപപ്പെടുന്ന ഭാര്യ ഭർത്താവിന്റെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും സന്തോഷത്തിനായി ദേഷ്യ സ്വഭാവമുള്ള ഭാര്യയിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. വീട്ടിൽ അശാന്തി ഉണ്ടാക്കുന്ന ഭാര്യയുമായുള്ള ജീവിതം ഒരിക്കലും സുഖകരമാകില്ല. അത്തരം സ്ത്രീകൾക്ക് തങ്ങളുടെ കുട്ടികളെ നല്ല ഗുണങ്ങൾ പഠിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ അനന്തരഫലങ്ങൾ നിങ്ങളുടെ മുഴുവൻ തലമുറയും അനുഭവിക്കേണ്ടി വന്നേക്കാം. അത്തരം ഭാര്യമാർ ഭർത്താവിന് ദോഷമാണെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യന്റെ അഭിപ്രായത്തിൽ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്വഭാവം നല്ലതല്ലാത്ത ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ഏറ്റവും വലിയ ശത്രുവായിരിക്കും. ചാണക്യന്റെ അഭിപ്രായത്തിൽ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ഭാര്യ തന്നെ തടസ്സപ്പെടുത്തുന്ന ഭർത്താവിനെ ശത്രുവായി കണക്കാക്കാൻ തുടങ്ങുന്നു. അവൾ ഭർത്താവിന്റെ ജീവന് പോലും ആപത്താണ്. അത്തരമൊരു ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. കോപം എല്ലായ്പ്പോഴും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ നശിപ്പിക്കുന്നു. ചാണക്യൻ പറയുന്നതനുസരിച്ച് കോപം നിറഞ്ഞ ഒരു വ്യക്തി ശരിയും ചീത്തയും വേർതിരിക്കാൻ മറക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അവർ മറ്റുള്ളവർക്ക് അസഹനീയമായ മാനസിക വേദന ഉണ്ടാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ദേഷ്യപ്പെടുന്ന ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. കാരണം അത്തരം ബന്ധങ്ങളിൽ ഒരിക്കലും സന്തോഷമുണ്ടാകില്ലെന്നും ആചാര്യ ചാണക്യൻ വെളിപ്പെടുത്തുന്നു. ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ പരുഷമായ വാക്കുകളുള്ള ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. കാരണം മോശം വാക്കുകൾ ആയുധങ്ങളെക്കാൾ കഠിനമായി പ്രഹരിക്കുന്നു. അത്തരം സ്ത്രീകൾ ചിന്തിക്കാതെ മോശമായ വാക്കുകൾ സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ പോലും അവർ ശ്രദ്ധിക്കാറില്ല. മോശം ഭാഷ ഉപയോഗിക്കുന്ന ഭാര്യ കുടുംബത്തിന്റെ പ്രതിച്ഛായക്കും മങ്ങലേൽപ്പിക്കുന്നുവെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു. ഭാര്യ അത്യന്തികം അത്യാഗ്രഹിയായിരിക്കുന്നത് ഭർത്താവിന് ദോഷമാണെന്ന് ചാണക്യൻ പറയുന്നു. ഭാര്യയെ അമിതമായ ചിലവുകളിൽ നിന്ന് തടയുകയോ പണം നൽകുന്നത് നിർത്തുകയോ ചെയ്താൽ ഭർത്താവ് ഭാര്യയുടെ ശത്രുവിനെ പോലെയാകും. ഭാര്യയുടെ അത്യാഗ്രഹം കാരണം കുടുംബത്തിൽ എപ്പോഴും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ അവൾ മടിക്കില്ല. അത്തരം ഭാര്യയെ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യ നീതിയുടെ അഭിപ്രായത്തിൽ സ്ത്രീയെ നല്ല ഭാര്യ എന്ന് വിളിക്കുന്നത് അവളുടെ പ്രവൃത്തിയിലും വാക്കുകളിലും അച്ചടക്കമുള്ളവളായിരിക്കുമ്പോഴാണ്. പറയുന്ന വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. കുറഞ്ഞ ചിലവിൽ ഒരു കുടുംബം നന്നായി നടത്താൻ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നവളായിരിക്കണം ഭാര്യ എന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ പറയുന്ന ഇത്തരം നല്ല കാര്യങ്ങൾ ഗ്രഹിക്കുകയും നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമാക്കി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.